ഹലോ, ഇറ്റ്സ് മീ മിന. അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് വീട്ടിൽ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നാലാളും കൂടി പ്ലാൻ ഇട്ടു തൃശ്ശൂർ എക്സിബിഷനിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് തൃശ്ശൂരിലേക്കുള്ള ബസ്സുണ്ട്. അപ്പോൾ അവിടേക്ക് കയറി നേരെ അവിടെ വന്ന് ഇറങ്ങി. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി. അവിടെ കുറേ കടകളുണ്ട്, പക്ഷെ കുറച്ച് കടകൾ എനിക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ജിമ്മിക്കി കട, പിന്നെ സോഫ ഷോപ്പ്, പിന്നെ ഫ്രൈ പാൻ്റെ, കത്തി, അങ്ങനെ കുറേ കടകളുണ്ട്. ജേണൽ ഐറ്റംസ്, ഭരണി, അങ്ങനെ. പക്ഷെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പണ്ടുകാല മിഠായിയാണ് കേട്ടോ. അവിടെ കട്ട മിഠായി, പമ്പര മിഠായി, പഞ്ഞി മിഠായി, അങ്ങനെ തേൻമിഠായി, കുറേ മിഠായി ഉണ്ട്. കോയിൻ മിഠായി. അത് ഞങ്ങൾ വാങ്ങിച്ചത് കോയിൻ മിഠായും പഞ്ഞി മിഠായും കട്ട മിഠായിയാണ് കേട്ടോ. അത് മൂന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മമാരൊക്കെ പറയുന്നത് പണ്ടത്തെ അത്ര ടേസ്റ്റ് ഇല്ല എന്നാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോപ്കോണൊക്കെ തിന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ തൊട്ടടുത്തുള്ള നെഹ്റു പാർക്കിലേക്ക് വന്നു. അവിടെ പിന്നെ ചാർജൊന്നുമില്ല. മറ്റോടത്ത് 50 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. ഞങ്ങൾ 4 പേരാണ് പോയത്. അങ്ങനെ നെഹ്റു പാർക്കിൽ പോയി. അവിടെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു അഡ്വഞ്ചർ പാർക്ക് പറഞ്ഞ പാർക്കുണ്ട്, അവിടെയും കയറി. ഇത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ. ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല ക്ലിപ്പ് എടുത്തത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിഞ്ഞത്. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും ഡാൻസ് റീലും കുറേ എടുത്തു. അങ്ങനെയൊക്കെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് എക്സിബിഷനിൽ ലൈറ്റൊക്കെ കത്തിച്ച് അടിപൊളിയായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു വീണ്ടും കയറാൻ മോഹം തോന്നി, പക്ഷെ കയറിയില്ല. പിന്നെ വരുന്ന വഴിക്ക് ഉപ്പ് സോഡയും ഐസ്ക്രീമും ഒക്കെ തിന്നു. ഇരുട്ടാവാനായി. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാൻ നോക്കി. അങ്ങനെ ബസ്സിലൊക്കെ കയറി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.